ഏകീകൃത കുർബാന കാര്യത്തിൽ അലംഭാവം വെടിയണമെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇത് പൂർണ്ണമായും നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് സഭയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം വിശ്വാസികൾ സീറോ മലബാർ സഭ ആസ്ഥാനത്തിന് മുന്നിൽ ഏകദിന നിരാഹാര സമരം നടത്തി. മാർപ്പാപ്പ അഭ്യർത്ഥിച്ചിട്ടും അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിൽ വരുത്തുവാൻ ശ്രമിക്കാത്തത് ആശങ്കാജനകമാണ്. ഇക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയം വെടിയണമെന്ന് വിശ്വാസികൾ ആവശ്യപ്പെട്ടു. ഇന്നിവിടെ നിൽക്കുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യമായിട്ട് കടന്നു വരുന്നത് 2021 സെപ്റ്റംബർ 11 മെയിൻ റോഡിൽ നിന്ന് ഈ ആസ്ഥാന കാര്യാലയത്തിന്റെ മുൻപിലേക്ക് ഒരു 100 ചിൽവാനം വൈദികരെന്ന് പറഞ്ഞാല് നമ്മുടെ അതിരൂപതയിലെ വിമത നൈതിധാരികള് കുറച്ച് അൽമാരുടെ കൂടെ മുഷ്ടി ചുരുട്ടി ആക്രോശിച്ചുകൊണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് ഇവിടം വരെ വന്ന ആ ഒരു സമര ആഭാസമാണ് എന്റെ മനസ്സിൽ കത്തി നിൽക്കുന്നത്. ഈ അതിരൂപതയിലെ വെറും നിസ്സാരമായ 10 150 അല്ലെങ്കിൽ കൂടി വന്ന 200 വിമത വൈദികരെ നിലയ്ക്ക് നിർത്താൻ വർഷങ്ങളായിട്ട് സാധിക്കാത്ത നിങ്ങളെ ഇപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനം വഹിക്കുന്ന ബോസ്കോ പുത്തൂരിനെ ആദ്യം പുറത്താക്കേണ്ടതല്ലേ? നമ്മളിലേക്ക് ഒന്ന് ആത്മശോധന ചെയ്യാം. നമ്മൾ സഭയിലെ കാര്യം ഒന്ന് ശരിയാക്കിയിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറക്കുന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ നിങ്ങളെ ഞാൻ അയക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ ശിശുത്വം സ്വീകരിച്ച വൈദികരും മേൽപ്പെട്ടക്കാരും നിങ്ങൾ എന്തിനെയാണ് ഭയക്കുന്നത്? നിങ്ങൾക്ക് എന്തോ ഒളിക്കാനില്ല. ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന വിശ്വാസികൾ കാത്തലിക് നസ്രാണി അസോസിയേഷൻ അതിരൂപത കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിരാഹാര സമരം സംഘടിപ്പിച്ചത്. രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയായിരുന്നു നിരാഹാര ഉപവാസം. അതിരൂപതയിലെ എല്ലാ പള്ളികളിലും സിനഡ് തീരുമാനപ്രകാരമുള്ള ഏകീകൃത ബലി അർപ്പണം ഈ മാസം 31-നുള്ളിൽ നടപ്പാക്കണം. ഇതര രൂപതകളിലെ മെത്രാൻമാരും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാനക്കാര്യത്തിൽ നിലപാട് പരസ്യപ്പെടുത്തണമെന്നും കാത്തലിക് നസ്രാണി അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭക്തസംഘടനാ നേതൃത്വങ്ങൾ കുർബാനക്കാര്യത്തിൽ അവരുടെ നിലപാട് വിശ്വാസ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. സഭയുടെ സ്ഥാപനങ്ങൾ വിമത പ്രവർത്തനങ്ങൾക്ക് നൽകുന്നത് സഭാവിരുദ്ധതയാണ്. വത്തിക്കാനിൽ നിന്ന് മൗണ്ടിലേക്ക് കുർബാന വിഷയവുമായി വന്ന കത്ത് പരസ്യപ്പെടുത്തണം. അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ വിമതർക്കായി ഒത്തുകളി നടത്തുന്നതായി ഇവർ ആരോപിച്ചു. ചില മെത്രാൻമാർ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്നതായി നസ്രാണി അസോസിയേഷൻ ആരോപിച്ചു. കാത്തലിക് നസ്രാണി അസോസിയേഷൻ അതിരൂപത ചെയർമാൻ ഡോക്ടർ MB ജോർജ്, ജോസ് പാറേക്കാട്ടിൽ, ഷൈബി പാപ്പച്ചൻ, ജോസ് മണവാളൻ, KD വർഗീസ്, ഡേവീസ് ചൂരമന, ലാലി ജോസ് തച്ചിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നിരാഹാര സമരം. 16 ഫൊറോനകളിലെ വിവിധ ഇടവകകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അൽമായ പ്രതിനിധികളാണ് ഇന്ന് സെന്റ് തോമസ് മൗണ്ടിലെ ഏകദിന ഉപവാസ സമരത്തിൽ പങ്കെടുക്കുന്നത്. പള്ളികളിൽ സിനഡ് തീരുമാനങ്ങൾ അംഗീകരിക്കുന്നതും കോടതി വിധി നടപ്പാക്കാൻ കഴിവുള്ള വൈദികരെ ഉടൻ നിയമിക്കണമെന്നും കാത്തലിക് നസ്രാണി അസോസിയേഷൻ ആവശ്യപ്പെട്ടു.